അയോധ്യ തട്ടിപ്പിൽ CBIക്ക് വിടുന്നത് പരിഗണിച്ച് UP സർക്കാർ കാണിക്കേണ്ടുന്ന ചുമതലയുള്ള കമ്പനിയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ട്രസ്റ്റ് പുനഃസംഘടന സംബന്ധിച്ച് RSS BJP നേതൃത്വങ്ങൾ തമ്മിൽ ചർച്ച നടത്തി. ഇതിനിടെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സമ്പത്ത് റായിയെ പിന്തുണച്ച് ഒരു വിഭാഗം രംഗത്ത് വന്നു. അയോധ്യയിലെ കൊള്ളയിൽ അന്വേഷണം തുടരുന്നതിന് ഇടെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സമ്പത്ത് റായിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം 2 മണിക്കൂറോളമാണ് സമ്പത്ത് റായിയെ ചോദ്യം ചെയ്തത്. താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്നും തനിക്ക് ഇത്തരം കൊള്ളയിൽ ഒരു പങ്കും ഇല്ല എന്ന നിലപാടുമായിരുന്നു സമ്പത്ത് റായി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ സമ്പത്ത് റായിയുടെ രാജി അംഗീകരിക്കരുത് എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം ട്രസ്റ്റിന്റെ യോഗം നടക്കേണ്ടിയിരുന്നത് 11-ാം തീയതിയാണ്. ആ യോഗം 6-ാം തീയതി നേരത്തെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സമ്പത്ത് റായ് ഉൾപ്പെടെയുള്ളവരുടെ രാജി സ്വീകരിക്കുന്ന സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ യോഗം ചേരുന്നത്. എന്നാൽ ഈ ട്രസ്റ്റിനെ തന്നെ പുനഃസംഘടിപ്പിക്കുക എന്ന സൂചനകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ കൂടിയാലോചനകൾ RSSന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാലാവധി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട 15 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്യും. കൂടുതൽ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. അതേസമയം ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് അന്ന് പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങിലടക്കം മുഖ്യ ആതിഥേയൻ ആയിരുന്ന അനിൽ മിശ്ര ഉൾപ്പെടെ ഉള്ളവർ ആണ് എന്നുള്ളതാണ്. അതായത് ഗോപാൽ റായും അനിൽ മിശ്രയുമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന നിരീക്ഷണങ്ങളിലേക്കും എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ നിരവധിയായ ആളുകളെ നിയമിച്ചിരുന്നു. അതിൽ അടക്കം ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഒപ്പം ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ ലഭിച്ചതിന് ഇത്തരത്തിൽ വലിയ തോതിൽ കമ്മീഷൻ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഒപ്പം ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സമ്പത്ത് റായിയുടെ ഡ്രൈവർ രാംശങ്കർ യാദവ്, അദ്ദേഹത്തിന്റെ ബന്ധു മനീഷ് യാദവ് എന്നിവർക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനിടെയാണ് മറ്റൊരു തട്ടിപ്പിലെ പ്രതിയായിട്ടുള്ള അവിനാശ് ശുക്ലയ്ക്ക് ബന്ധമുള്ള ഒരു യോഗ സെന്ററിൽ നിന്ന് പണപ്പെട്ടി കണ്ടെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് കാണിക്ക വഞ്ചി ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. രാമരാജ്യ കോശ് എന്ന് എഴുതിയിരുന്ന, അതായത് രാമരാജ്യത്തിനായി സംഭാവന എന്ന് എഴുതിയിരുന്ന ഒരു പെട്ടി, ആ പെട്ടിയിൽ നിന്ന് ഏതാണ്ട് 35 ലക്ഷം രൂപയോളം കണ്ടെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഈ പെട്ടിയിൽ QR കോഡ് പതിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ QR കോഡിലേക്കുള്ള പണം എവിടേക്കാണ് എത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉൾപ്പെടെ ഇനി നടക്കേണ്ടതുണ്ട് എന്നതാണ് വിവരങ്ങൾ. ഇങ്ങനെ ക്ഷേത്രം ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ നിരീക്ഷണത്തിലാണ്. അതേസമയം അന്വേഷണ സംഘത്തിന് ഈ തട്ടിപ്പിൽ സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്കും പങ്കുണ്ടോ എന്ന സംശയമുണ്ട്. അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ തട്ടിപ്പിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും എന്ന സാധ്യത തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.